നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ആവശ്യബോധത്തോടുകൂടി അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. അടിയനെ അങ്ങേക്കറിയാം, ജനത്തെയും അറിയാം. എല്ലാം അറിയുന്ന, മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് ജനത്തോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് ചോദിച്ച് അവിടുത്തെ ഇഷ്ടപ്രകാരം, അവിടുത്തെ ഇംഗിതപ്രകാരം ജനത്തോട് സംസാരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അന്തരാത്മാക്കൾക്ക് ശക്തി പകരുന്ന, ബലം പകരുന്ന, സൗഖ്യം പകരുന്ന, സുഖം പകരുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം അറിവുകൊണ്ടും ശക്തി കൊണ്ടും അവിടുത്തെ വചനം ഉച്ചരിക്കുവാൻ സാധിക്കാത്തതുകൊണ്ടും കർത്താവെ, അവിടുത്തെ അറിവുകൊണ്ടും വിവരം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും ജനത്തോട് സംസാരിപ്പാൻ അടിയനെ ഒരുക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം തരണമേ. അവിടുത്തെ സാന്നിധ്യമില്ലാത്ത ഒരു സമയം പോലും കർത്താവെ ഇന്ന് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവോ, ആരെല്ലാം ശ്രദ്ധിക്കുന്നുവോ, കർത്താവെ, ആരെല്ലാം ഈ വചനത്തിൻ്റെ മുന്നിലായിരിക്കുന്നുവോ അവരെയൊക്കെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വെറുതെ ഇരിക്കുകയില്ല, അത് പ്രവർത്തിക്കും, പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അതുപോലെ അങ്ങ് പ്രവർത്തിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗുരുതുല്യനായ രാജേനച്ചനും മറ്റ് എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയച്ഛന്മാരും അതുപോലെ വരും തലമുറയുടെ പ്രതീക്ഷകളായിരിക്കുന്ന യുവജനങ്ങളായ അച്ഛന്മാരും എല്ലാവരും ഇരിക്കുന്ന ഈ സദസ്സിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ നിൽക്കുന്ന ഞാൻ അത്ര ധൈര്യത്തോടു കൂടിയല്ല നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആരും ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ പെർഫെക്റ്റ് അല്ല. അതുമാത്രമല്ല, എനിക്കറിയാം, ദൈവവചനം പഠിപ്പിക്കുവാൻ വിദ്യാഭ്യാസമൊക്കെ കാരണം ആണെങ്കിൽ തന്നെയും ജനങ്ങളുടെ കയ്യിലാണ് ദൂത് ഇരിക്കുന്നത്. പണ്ഡിതനായ ഒരു മനുഷ്യൻ പറയുകയുണ്ടായി, പ്രീച്ചിങ് ഈസ് ദ ജോയിൻറ്റ് ഹല്ലേലൂയ ഓഫ് ദ ചർച്ച്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഹല്ലേലൂയയാണ് ദൈവവചന പ്രഘോഷണമെന്നുള്ളത്. നിങ്ങൾ എനിക്ക് തരുന്ന ഫീഡ്ബാക്കും നിങ്ങൾ എനിക്ക് തരുന്ന ശ്രദ്ധയും ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോഴും അതിലൂടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശരിയായ പ്രവാഹം, പ്രവർത്തനം ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഈ കമ്മിറ്റിക്കും അതിലെ ചെയർമാനും വൈസ് ചെയർമാനും ട്രഷററും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നന്നായി പാടുന്ന കൊയർ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഇത് നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ വികാരം അത് പാട്ടായി മാറ്റി ഇപ്പോൾ പാടുന്നത് ഒരു മഹനീയമായ സ്തുതിയാണ്. അനേകം പാട്ടുകൾ നിങ്ങൾ രചിച്ചു. അതിനും നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ സംസ്കാരവും അതിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലുപരി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഒരിക്കൽ കൂടെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നാളെ നിങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സ്നേഹിതനെയെങ്കിലും, നിങ്ങൾക്കറിയാവുന്ന ഒരു കുടുംബത്തെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച ഒരു കൺവെൻഷനാണ്. അതിങ്ങനെ ശോഷിച്ച് പോകുന്നത് ഒട്ടും ശരിയല്ല. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സംഘാടകർക്ക് മാത്രമല്ല, നമുക്കും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഇത് വീണ്ടും ശക്തിയായി പോകും എന്നുള്ള ഒരു തീരുമാനത്തിൽ, കോവിഡിന് ശേഷം പല സ്ഥലത്തും ആരാധനകൾ ബലഹീനമായിട്ടുണ്ട്. അതുകൊണ്ട് ബലപ്പെടുത്തും എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യേസ്കൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാനായി ഞാൻ ശ്രമിക്കുന്നു.
ആ വാക്യം ഞാൻ വായിക്കട്ടെ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആൻഡ് ഹി സെഡ് ടു മീ, സൺ ഓഫ് മാൻ, ക്യാൻ ദിസ് ബോൺസ് ലീവ്? ആൻഡ് ഐ ആൻസേർഡ്, ഓ ലോർഡ്, യു നോ. യെശയ്ക്കേൽ പ്രവാചകൻ്റെ പുസ്തകം തുടർന്ന് നിങ്ങൾക്ക് വായിക്കുവാനായി ഒരു അടിസ്ഥാനം ഇട്ടതിന് ശേഷം ഞാൻ ഈ പ്രധാന പ്രഭാഷണത്തിലേക്ക് വരാനായി ശ്രമിക്കുന്നു. എസെക്കിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗോഡ് സ്ട്രെങ്തൻസ് എന്നാണ്. ഗോഡ് ഈസ് സ്ട്രോങ്. ഈ എസെക്കിയേൽ പ്രവാചകൻ ബൂസി പുരോഹിതൻ്റെ പുത്രനും പ്രവാചകനും പുരോഹിതനുമായിരുന്നു. പ്രവാചകനും പുരോഹിതനും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വലിയ പ്രത്യേകത ഉണ്ടാകുന്നത് ഈ രണ്ട് ശുശ്രൂഷയും അദ്ദേഹം ചേരുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രവാസത്തിന് മുമ്പും പ്രവാസകാലത്തും പ്രവാസം കഴിഞ്ഞ് അവർ യെരുശലേമിൽ മടങ്ങിപ്പോയപ്പോഴും ഉള്ള അനുഭവങ്ങൾ ഈ പ്രവാചകന് ഉണ്ടായിരുന്നു എന്ന് നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. മാത്രമല്ല, തിരിച്ചുപോയി ആലയം നിർമ്മിക്കുന്നതിനും അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും ആത്മീയമായ ജനങ്ങൾക്ക് വെളിച്ചം പകരുവാനും അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വലുതാണ് എന്ന് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നു. നവീകരണകർത്താവായ യോശിയാവ് രാജാവ് മുതൽ സിദക്കിയാവ് വരെ, BC 640 മുതൽ 609 വരെ ഇസ്രായേലിൻ്റെ പതന കാലഘട്ടത്തിൽ ആയിരുന്ന രാജാക്കന്മാരായിരുന്നു. അതിനെ പറയുന്നത് പ്രക്ഷുബ്ധ കാലം എന്നാണ്. നാം ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോളം കഷ്ടത അനുഭവിച്ചുള്ളതും ഇന്ന് വരെയും കഷ്ടതയുടെ, യുദ്ധത്തിൻ്റെ, ഭീഷണിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നാം ഗ്രഹിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നാൽ ഞങ്ങളുടെ ചരിത്രമില്ല, അതുകൊണ്ട് ഈ ചരിത്രം ഞങ്ങളെ കണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് വെള്ളപൂശാനോ ഉയർത്തി പറയുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ യഹോവയാഖീനും യെഹെസ്കേലും ചേർന്ന് 800 തടവുകാർ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി എന്ന് നാം മനസ്സിലാക്കുന്നു. യെഹെസ്കേൽ ഒരു ജനകീയനും യിരെമ്യാവ്, ഊരിയാവ് ബാബിലോണിലെ 2ാം യെശയ്യാവ് ഇവരോടുകൂടി സമകാലികനുമായിരുന്ന ഒരു മാന്യ വ്യക്തിയായിരുന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനും പ്രവർത്തനത്തിനും മാറ്റുകൂട്ടിയ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപദേശങ്ങളോടൊപ്പം ആരാധനയുടെ മഹനീയതയും ശ്രേഷ്ഠതയും ഉയർത്തിക്കാണിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. കാലത്തിൻ്റെ ചുറ്റുപാടിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി ദൂത് വഹിച്ച ഒരു വ്യക്തിയാണ്. ഈ പ്രവാചകൻ തന്നെ പല നാമങ്ങളാൽ അറിയപ്പെടുകയാണ്. പുരോഹിതൻ, ഇടയൻ, ജനത്തിൻ്റെ കാവൽക്കാരൻ, ദാർശനികൻ, ദൈവശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ നേടി. മാത്രമല്ല, മോശയുടെ ഹോളിനെസ് കോഡ് പ്രത്യേകം ശ്രദ്ധിച്ചു, വിശുദ്ധിയെ പ്രത്യേകം ശ്രദ്ധിച്ചു. നാം വീണ്ടും മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് സാഹിത്യത്തിന് അദ്ദേഹം നാന്ദി കുറിച്ചു എന്ന് നാം ഗ്രഹിക്കുന്നു. പലരും വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം എടുത്ത് വെച്ച് വായിച്ചിട്ട് അവർ പറയുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒന്നും ഗ്രഹിക്കുന്നില്ല, ഒന്നും പിടികിട്ടുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സങ്കീർത്തനവും സുവിശേഷവും മാത്രം വായിച്ച് ജീവിതം കൊണ്ടുപോകുന്ന, ആധ്യാത്മികതയും കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വെളിപ്പാടിന് സാഹിത്യത്തിന് 2 പദങ്ങൾ, അപ്പോകാലിപ്റ്റോ ആൻഡ് അപ്പോകാലിപ്സിസ്. ഒരു കർട്ടന് അപ്പുറം എന്തോ മറച്ചു വച്ചിരിക്കുന്നു, അത് വെളിപ്പെടുത്തിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൽ എഴുതിയിട്ടുള്ള ലാംഗ്വേജുമൊക്കെ അങ്ങനെയാണ്. കാലത്തിൻ്റെ അവസ്ഥയിൽ സമയത്തിനൊത്ത് മാത്രം അർത്ഥം പിടികിട്ടുന്ന ഭാഗങ്ങളും വേദപുസ്തകത്തിലുണ്ട് എന്നുള്ള കാര്യം നാം ഗ്രഹിച്ചിരിക്കുക. വേദപുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല, ഒരു അസാധാരണ പുസ്തകമാണ്. അതൊരു വലിയ പുസ്തകമാണ്. അതിനോട് കിടപിടിക്കത്തക്ക ഒരു രചനയും ഒരു പുസ്തകവും ലോകത്തിലുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല, പ്രവാസം കഴിഞ്ഞതിന് ശേഷം യെരുശലേമിൽ പോയി ആലയം പണിത് ജനത്തെ സജ്ജീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറയുന്നത് യഹൂദ മതത്തിൻ്റെ പിതാവ്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്, പക്ഷേ യഹൂദ മതത്തിൻ്റെ പിതാവെന്നാണ്
അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സങ്കീർണവും നിർണായകമായ കാലഘട്ടത്തിൽ ആത്മീയവും ബൗദ്ധികവും ചരിത്രവും സാമൂഹികപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനാശൈലി എന്ന് പറയുന്നത് പദ്യവും ഗദ്യവും ഇടകലർത്തിയുള്ളതാണ്. മലയാളത്തിൽ മണിപ്രവാള ഭാഷ പഠിപ്പിക്കുന്നത് പോലെ പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും. കാരണം എഴുത്ത് ഭാഷ അച്ചടിയില്ലാത്ത കാലഘട്ടങ്ങളിൽ ജനത്തിൻ്റെ മനസ്സിനകത്ത് തങ്ങി നിൽക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവരുടെ ഭാഷയിൽ, അവരുടെ സംസ്കാരത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതശൈലിയിൽ, അവരുടെ ഉദാഹരണങ്ങളിൽ, അവരുടെ കൾച്ചറിൽ താൻ ദൈവവചനം പഠിപ്പിച്ചു എന്ന് നാം ഗ്രഹിക്കുന്നു. ഐതിഹ്യം, ഇതിഹാസം, കാൽപ്പനിക കഥ, അഭിനയം, പ്രതിരൂപം എന്ന് വായിച്ച ഭാഗത്ത് അത് 14-ാം വാക്യം കഴിഞ്ഞ ശേഷം അഭിനയമാണ് അവിടെ കാണുന്നത്. അഭിനയം, പ്രതിരൂപം, ദർശനം, അലങ്കാരം, കടങ്കഥ, പഴഞ്ചൊല്ല്, താക്കീത്, ന്യായവിധി, ഭീഷണി ഇതെല്ലാം ഒത്തുചേർത്തുകൊണ്ട് പാപം മാറി നല്ല മനസ്സായി ജീവിക്കുന്നതിന് ഭീഷണിയുടെ സ്വരത്തിലും അദ്ദേഹം തൻ്റെ ദൂത് നൽകി എന്ന് നാം വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനാ രീതി എന്ന് പറയുന്നത് ഒന്നിനോടും, അതായത് ഒരു പ്രത്യേകതയുള്ള ഒന്നാണ്, ഒരു രചനാ വൈശിഷ്ട്യമുള്ളതാണ്. നാം വേദഭാഗം വായിക്കുമ്പോൾ ശിക്ഷയിൽ തുടങ്ങി പ്രതീക്ഷയിൽ, ശുഭതയിൽ അവസാനിക്കുന്ന പ്രഭാഷണങ്ങൾ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന മനുഷ്യഹൃദയങ്ങൾക്ക് ശക്തിയും ബലവും പകരുന്ന ഒന്നായി നാം മനസ്സിലാക്കുന്നു. വീണ്ടും വായിക്കുമ്പോൾ ഇത് എഴുതിയിരിക്കുന്ന റിപ്പോർട്ടർ സ്പീച്ചിലാണ്. ഒരാൾ പറയുന്നു, മറ്റുള്ള എടുത്ത് പറയുന്നു, വീണ്ടും പറയുന്നു. അപ്പോൾ ഈ പുസ്തകം ഇനി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേക ശൈലിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. 37-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ ഒരു ദർശനമാണ്. ഈ ദർശനത്തിന് കാരണങ്ങളുണ്ട്. നമ്മളെല്ലാവരും ദർശനം കാണുന്നവരാണ്. ഒരുപക്ഷെ ഈ പ്രസംഗം ശ്രദ്ധിക്കാതെ ആരെങ്കിലും ഇരുന്ന് എവിടെയെങ്കിലും ഉറങ്ങുന്നു എങ്കിൽ ഒരുപക്ഷെ അവർക്ക് ദർശനം കിട്ടുമായിരിക്കും. ഉറങ്ങുമ്പോഴും ദർശനം കിട്ടും, ഉറങ്ങാതിരിക്കുമ്പോഴും ദർശനം കിട്ടും. ഞാൻ സാധാരണ പള്ളി പ്രസംഗിക്കുമ്പോൾ ഈ രാത്രി വർക്ക് ചെയ്യുന്ന യുവാക്കളും യുവതികളുമുണ്ട്. അവരോട് പള്ളി വരാത്ത എന്താണെന്ന് ചോദിക്കുമ്പം പറയും, അച്ഛാ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, നൈറ്റായിരുന്നു. കാരണം അമേരിക്കൻ ടൈം ഇവിടുത്തെ ടൈം കൂടെ ബാലൻസ് ആവണം. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നുമോനെ നീ പള്ളിയിൽ വാ, നീ പള്ളിയിൽ വന്നിരുന്ന് ഉറങ്ങ്, കുഴപ്പമില്ല, ദൈവത്തിന് അറിയാമല്ലോ. യാക്കോബ് ഉറങ്ങിയപ്പോഴാണ് ദർശനം കിട്ടിയത്. ജോസഫിന് ഉറക്കത്തിലാണ് ദർശനം കിട്ടിയത്. പള്ളിയിൽ വരുമ്പോൾ ആരാധന സ്ഥലത്ത് ഒരു അല്പം സമാധാനം കിട്ടും, ഒന്നുറങ്ങിപ്പോകും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ദർശനം കിട്ടുമായിരിക്കും. ഇവിടുത്തെ ദർശനമെന്ന് പറയുന്നത്, ഈ ദർശനത്തിന് കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയുടെ, സംഘർഷത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ, കഷ്ടപ്പാടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ആ ചിന്തകളും വഹിച്ചുകൊണ്ട് ഈ പ്രവാചകൻ എങ്ങനെ ഉറങ്ങിയപ്പോഴോ ഉറങ്ങാതിരുന്നപ്പോഴോ കിട്ടിയതായ ദർശനമാണ്. ജനത്തിൻ്റെ ഭാരം പേറിയപ്പോഴുള്ള ദർശനം പ്രവാചകന് കിട്ടിയെന്ന് നാം മനസ്സിലാക്കുന്നു. ദർശനം നമ്മുടെ ആന്തരിക ബോധത്തിലുണ്ടാകുന്ന ഒന്നാണ്, ബോധമനസ്സിൽ സംഭവിക്കുന്നതാണ്. ഈ പ്രക്രിയയിൽ കണ്ണുകൾ, ഐസ്, നമ്മുടെ കണ്ണുകൾ, നേത്രപടലം, റെറ്റിന, ഇതെല്ലാം രശ്മിഗ്രാഹി ഞരമ്പുകൾ, ഒപ്റ്റിക് നെർവ്സ്, ഇവ ഒന്നു ചേർന്ന് വ്യക്തിയുടെ മനോമണ്ഡലത്തിൽ വന്നതിന് ശേഷം അവൻ്റെ മനസ്സിൻ്റെ സഞ്ചാരമാണ് ദർശനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതും ചുറ്റുപാടുകളുമെല്ലാം നമ്മളെ ദർശനത്തെ ബാധിക്കും. അതുകൊണ്ട് ഡിവിനിറ്റി, അതായത് വേർതിരിച്ചറിയാനുള്ള കഴിവും ബോധവും വ്യാഖ്യാനിക്കുവാനുള്ള കഴിവുമുണ്ടെങ്കിൽ നമുക്ക് ഈ ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ദർശനത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഈ ദർശനമെന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എക്സാൾട്ടേഷനാണ്, ഒരാത്മീയമായ ഉയർപ്പാണ്. അതുമാത്രമല്ല, ഒരു എംപവർമെൻ്റാണ്. നാമും ദൈവവുമായി സഞ്ചരിക്കുന്ന സഞ്ചാരമാണ്, യാത്രയാണ്. അറിഞ്ഞ തലങ്ങളിലോ അറിയാത്ത തലങ്ങളിലോ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. ജനത്തിൻ്റെ ദുഃഖം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പ്രവാചകനും പുരോഹിതനുമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സഞ്ചരിച്ച് ദൈവത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ ആ സ്പർശനത്തിലൂടെ ഉണ്ടായ ഒരു ദൂതിൻ്റെ ശകലമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, ആത്മാവ് എന്നെ കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് നിർത്തി,
ഞാൻ കുറച്ചു കാലം സ്തംഭിച്ച് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്ക് വീണ്ടും ഉണ്ടായി. വീണ്ടും ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കുക. ഇങ്ങനെ അദ്ദേഹത്തെ നടത്തിയതായിട്ടും സ്പർശിച്ചതായിട്ടും ജനത്തിനെ ഉദ്ബോധിപ്പിക്കുവാൻ ശക്തിപ്പെടുത്തിയതായിട്ടും ഉള്ള ധാരാളം സംഭവങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, എസ്കേൽ പ്രവാചകൻ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തകം ഇരിക്കുന്നതും കണ്ടു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ൽ, ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. വീണ്ടും ഇതേ ചാപ്റ്റർ 3-ാം അധ്യായം 23-24-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി കേബാർ നദീതീരത്ത് കണ്ട മഹത്വത്തെ പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് ഞാൻ കണ്ട് കവണ് വീണു. അപ്പോൾ എന്നെ ആത്മാവ് നിവർന്ന് നിൽക്കുമാറാക്കി, നീ നിവർന്ന് നിൻ്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്കുക എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 1:17 വായിക്കുമ്പോൾ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ആണെന്ന് അവിടെ പറയുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇത് രണ്ടും ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും തുല്യമായ രീതികൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഓർമ്മിക്കുവാൻ വേണ്ടി കൂടെയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. 37-ാം വാക്യത്തിൽ 2-ാം വാക്യം, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസം ചെയ്തത് ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളേജ്, ബയോ കോളേജ് ഉണ്ടായിരുന്നു, ഗ്രേസ് ബയോ കോളേജ്. അതൊരു 65 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. അതിൻ്റെ കോർണറിലൊക്കെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ പണ്ട് എന്തോ ലഹള നടന്ന് അസ്ഥികളും ഒക്കെ മൂടിക്കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലം, ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം, ഭയം നിറയുന്ന ഒരു സ്ഥലത്താണ് ആ ബൈബിൾ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ദയനീയത തോന്നുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ കോർണറിൽ, അതിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇങ്ങനെ ഈ പ്രവാചകനെ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോയി ശരീരത്തോടു കൂടി പോയോ ആത്മാവ് പോയോ എന്ന് നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഈ പ്രവാചകൻ കണ്ട് അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, മുഴുവൻ അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ വേദനാജനകമായ അവസ്ഥ, മൂകത, നിരാശ. ഇതാരുടെ അസ്ഥികളാണ്? ഇതിനി വല്ല പ്രതീക്ഷയുമുണ്ടോ? ആ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ പ്രവാചകനെ കൊണ്ട് നിർത്തി എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. 3-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നു, ചില ചോദ്യങ്ങൾ. ഇവിടെ ദൈവം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്. പലയിടത്തും മനുഷ്യപുത്ര എന്ന് സംബോധന ചെയ്യുന്നു. ധാരാളം ഭാഗങ്ങൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും. നിങ്ങളെ ഒരുപക്ഷെ കൊണ്ടുപോയി ഇതുപോലുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്തുത്തരം പറയും? പ്രവാചകൻ പറഞ്ഞ ഉത്തരം എന്താണ്? പ്രവാചകൻ പറഞ്ഞത്, എല്ലാം നീ അറിയുന്നു എന്നുള്ളതാണ്. എല്ലാം നീ മനസ്സിലാക്കുന്നു, എല്ലാം നീ ഗ്രഹിക്കുന്നു. നല്ല ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനല്ല. ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരത്തിലേക്ക് സഹായിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ശരിയായ വ്യവസ്ഥിതി. അതുകൊണ്ട് മറുചോദ്യം ചോദിക്കുന്നു. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഉത്തരമൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? ഉത്തരം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവം ആരാണെന്ന് ശരിക്ക് പ്രവാചകന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ്, മനുഷ്യന് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുന്നു.
ചില ചോദ്യങ്ങൾ ഇതുപോലെയുണ്ട്. യോബ് ചോദിക്കുകയാണ്, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അതിൻ്റെ ഉത്തരം അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ കാണും, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ യാഗം നടത്താൻ പോയപ്പോൾ പിതാവും മകനും കൂടെ യാത്ര ചെയ്തപ്പോൾ ഇസഹാക്കും പിന്നെ പിതാവായ അബ്രഹാമും കൂടെ യാത്ര ചെയ്തപ്പോൾ മകൻ ചോദിക്കണം, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എവിടെ? ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളെല്ലാവരും സ്വസ്ഥരാണെന്ന് ഞാൻ പറയുന്നില്ല. ഭാരങ്ങളും പ്രയാസങ്ങളുമുള്ള ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും, നിങ്ങൾക്ക് വേദനയുണ്ടാകും, സംശയമാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള കാലങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അടക്ക ശുശ്രൂഷ പോലും നടത്തുന്നത് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒന്ന് തൊടാൻ പാടില്ല, കയ്യൊസുരി കൊടുക്കാൻ പാടില്ല, ഒന്ന് സ്പർശിക്കുവാൻ പാടില്ല, മുഖം മൂടി നമ്മൾ നടന്നു. എന്തെല്ലാം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവർ പല സ്ഥലത്തും മരിച്ചപ്പോൾ ആ ശരീരം കാണുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ഇതിവിടെ നിന്ന് മാറിപ്പോകുമോ? ഈ കോവിഡ് എല്ലാവരെയും കൊണ്ടുപോകുമോ, നശിക്കുമോ എന്നുള്ള അവസ്ഥ. ഇതെല്ലാത്തിലും നാം കടന്നുകൂടി. കടഭാരങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥ. ഒരിക്കലും ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിസിറ്റിന് പോകുമ്പോൾ ഒരു വീട്ടിനകത്ത് ഒരമ്മ പാടുകയാണ്. ഒരു പള്ളിയിലൊന്നും പാടുകയില്ല ശരിക്ക്, പക്ഷെ അടുക്കളയിൽ നിന്ന് അമ്മ പാടുകയാണ്, കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. പണ്ടത്തെ കാലഘട്ടമാണ്. ഒരു വീട്ടിൽ 5, 6, എൻ്റെ വീട്ടിൽ 8 മക്കളുണ്ട്. ആ വീട്ടിൽ ഈ പാടിയ അമ്മയ്ക്ക് 6 മക്കളുണ്ട്. 6 പെൺപിള്ളേരാണ്, 6 പെൺപിള്ളേർ. അപ്പം അങ്ങനെ കിച്ചണിൽ നിന്നപ്പോൾ പാടുകയാണ്. ഒരു മൺവെട്ടിയുണ്ട്, ഭർത്താവുമുണ്ട്. ആ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അമ്മച്ചി മരിച്ചു, 105 വയസ്സായി. ജീവിത പ്രശ്നങ്ങളുണ്ടോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങൾ ചോദിക്കും, നിങ്ങളോട് അല്പം നിങ്ങൾക്ക് ചിന്താശക്തിയില്ലേ? ജീവിക്കുമോ? എൻ്റെ അസുഖം മാറുമോ? എൻ്റെ വേദന മാറുമോ? ഞാനിപ്പോൾ ഒരു ഷൂസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് കാലിൽ അല്പം സ്വെല്ലിംഗ് ഉണ്ട്. അച്ഛനെ ചോദിച്ചു, ജനങ്ങൾ പള്ളിയിൽ ഷൂസ് ഇട്ടുകൊണ്ട് വരില്ല കേട്ടോ, കാല് സ്വല്പം വണ്ണം കൂടും, പിന്നെ ഷൂസ് കയറ്റാൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഒന്ന് ഇട്ടോട്ടോ എന്ന്. 35 വയസ്സിൽ ഡയബറ്റീസ് തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാൻ നിൽക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നീ അറിയുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആര്? ഞാൻ പാടുന്ന ദൈവം ആര്? എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം. 120-ാമത്തെ വയസ്സിൽ മോശ തിരിച്ചറിഞ്ഞു, നീ സൃഷ്ടാവാണ്, നീ സകലത്തെയും പരിപാലിക്കുന്നു, മനുഷ്യപുത്രന്മാരെ മണ്ണിലേക്ക് പോകുന്നു, മണ്ണിലും തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മുടെ ആരാധന ശരിയാവും. യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം സ്വർഗത്തിലെ ആരാധന കാണുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ആരാധന കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ആരാണ്, ദൈവം ആരാണ്, വിശുദ്ധനായ ദൈവമാണങ്ങ്, പാപിയായ മനുഷ്യനാണ് ഞാൻ,
പാപമുള്ള മനുഷ്യരുടെ മധ്യത്തിൽ ഞാൻ ജീവിക്കുന്നു. ആ ഒരു ബോധം. എനിക്ക് കുപ്പായം തന്നതാര്? ഈ ഓർഡിനേഷൻ തന്നതാര്? എൻ്റെ വിദ്യാഭ്യാസമാണോ? ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപ. അപ്പം അങ്ങനെയുള്ളൊരു ചോദ്യം, ഇതുപോലുള്ള ചോദ്യശരങ്ങൾ ജീവിതത്തിലുണ്ടാകാം. മോശ അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ജനം കൂടാരത്തിൽ കരയുകയാണ്, ഇറച്ചി കിട്ടിയില്ല എന്ന്. കൂടാരത്തിൽ കരയുന്നത് കേട്ടു. യഹോവയുടെ കോപം ജ്വലിച്ചു. മോശയ്ക്കത് അനിഷ്ടമായി. സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വച്ചതെന്ത്? നീ അടിയനെ വലച്ചതെന്ത്? ചിലപ്പോൾ ചില അച്ഛന്മാർ ചോദിക്കും, എന്നെ ഈ പള്ളിയിൽ അച്ഛനായിട്ട് അയച്ചതെന്തിന്? എന്നെ വലച്ചതെന്തിന്? ഞാൻ ചോദിച്ചു, വട്ടപ്പാറ പള്ളി ഇരുന്നപ്പോൾ എന്നെ എന്തിന് ഇങ്ങോട്ട് അയച്ചു? ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? എനിക്കിറങ്ങാൻ പാടില്ല. ഞാൻ സഭയെ വളർത്താൻ കരുതി പറയുകയാണ്. ഞാൻ ഒരിടത്തും ഗ്രൂപ്പിനെക്കുറിച്ച് പറയുന്നതല്ല. എന്തിനെന്നെ അയച്ചു? എന്തിനെന്നെ വിളിച്ചു? മോശയും പറഞ്ഞു, സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വച്ചതെന്തിന്? സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം പറയണം, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രിയെ പോലെ മാറത്തെടുത്തുകൊണ്ട് പോകാൻ ഞാൻ അവരെ പ്രസവിച്ചുവോ? ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം വല്ലതും എനിക്കുണ്ടോ? ശുശ്രൂഷയിൽ വരുന്ന ചോദ്യങ്ങളാണ്. 13-ാം വാക്യം, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? മന്നേരെ കാര്യം അവർ മറന്നുപോയി. പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത കാര്യം മറന്നുപോയി. അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഇപ്പം അവർക്ക് വീണ്ടും അവർ പഴയ സ്ഥലത്ത് ഓർമ്മ വരികയാണ്. ഇറച്ചി കഴിക്കണം. ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർക്ക് മതിയാകുമെണ്ണം മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ എന്ന് സംശയം മോശയ്ക്ക് പോലും ഉണ്ടായി. ഒടുവിൽ 23-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുകിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകയില്ലയോ എന്ന് നീ കാണും എന്ന് നമുക്ക് വചനത്തിലൂടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എൻ്റെ കൈ കുറുകിപ്പോയോ? ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായി പോയോ? നിങ്ങൾ നനയ്ക്കുന്നതും നിങ്ങൾ ഭാവിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഒരു തുറന്ന പുസ്തകം പോലെ വായിച്ച് മനസ്സിലാക്കുന്ന സർവശക്തിയുള്ള ദൈവം എന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയോ? എന്തിന് പിറുപിറുക്കുന്നു? എന്തിന് ദുഃഖിക്കുന്നു? വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ ശക്തനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മനുഷ്യപുത്രായി അസ്ഥികൾ ജീവിക്കുമോ? യഹോസ്കേൽ മറുപടി പറയുന്നു, അതിന് ഞാൻ, യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഓ ലോർഡ്, യു നോ. നിനക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സർവാധിപത്യം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ പവർ, മാനുഷികമായ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ പവർ അവിടെ ഇവിടെ ഈ പുരോഹിതൻ പ്രവാചകൻ മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ മാത്രമേ ഉത്തരം പറയുവാൻ സാധിക്കുകയുള്ളൂ. നീ എല്ലാം അറിയുന്നു. തുടർന്ന് ദൈവം സംസാരിക്കുകയാണ്, പ്രതികരിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് നീ അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഞാൻ ചിന്തിച്ചു, ഈ കൺവെൻഷൻ്റെ ആധാരം, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ആ നോട്ടീസിലൂടെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തിനാണ് ഈ കൺവെൻഷൻ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? തുണി ഉടുക്കാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, അറിയാമോ? നമ്മുടെ അപ്പൂപ്പന്മാർ മുത്തച്ഛന്മാർ തോർത്തൂർത്തോണ്ട് നടന്ന കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? സ്ത്രീകൾ മാറുമറയ്ക്കാത്ത സംഭവം അറിയാമായിരുന്നോ? മാറുമറയ്ക്കാൻ സമ്മതിക്കില്ല. മറച്ചാൽ പാള കൊണ്ട് മാറുമറയ്ക്കണം. ബ്ലൗസ് ഇടാൻ സമ്മതിക്കില്ല. എൻ്റെ അടുത്ത് മധ്യകേരള ഡയസിലുള്ള ഒരു അച്ഛൻ എടുത്ത് ചോദിച്ചു, എന്താ CSL അച്ഛന്മാർ മീശ വച്ചേക്കുന്നത്? ഈ മീശയെക്കുറിച്ച് അറിയാമോ? നെയ്യാറ്റിൻകര പള്ളിയിൽ പോകാതെ ജോലിക്ക്, അതായത് അടിമ വേലയ്ക്ക് പോകാത്തതുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു ജാതിയൊന്നും പറയുന്നില്ല, നമ്മുടെ ലക്ഷ്യം അതല്ല, ഈ മനുഷ്യൻ്റെ മുടി മുഴുവനും വലിച്ചു പിഴുതു, മീശ വലിച്ചു പിഴുതു. അപ്പോൾ സായിപ്പ് നോക്കിയപ്പം ഇങ്ങനെ തുന്നിയ തോല് മാറ്റിയ കോഴിയുടെ പോലെ ഇരിക്കുന്നു മുഖം. അപ്പോൾ സായിപ്പ് ചോദിച്ചു, എവിടെ ആരാ ചെയ്തത്? സായിപ്പ് കുതിരപ്പുറത്ത് കയറിപ്പോയി അവിടെ ചെന്ന് ഈ ചെയ്ത ആളിൻ്റെ മീശയും വലിച്ചു പിഴുതു. എന്നിട്ട് പറഞ്ഞു, മീശ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് CSL അച്ഛന്മാർക്ക് മീശ ഉണ്ടായത്, മീശ വെച്ച് തുടങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം. ചാന്നാർ ലഹള എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ണമ്മൂലമുണ്ട്, അതിപ്പം തൊഴിഞ്ഞു പോയി കാണും, അതൊക്കെ എടുത്ത് വായിക്കണം. നമുക്ക് വന്ന പദവി, നമുക്ക് വന്ന അനുഗ്രഹം,
നമ്മൾ പ്രാർത്ഥനയുള്ള നേടിയെടുത്തത്. നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് വേണ്ടി സാഹചര്യം ഇങ്ങനെ ഉണ്ടായി. ഈ ദൈവം തന്നതല്ലേ ഇതൊക്കെ? ഇതല്ലേ ദൈവം തന്നതല്ലേ? നിങ്ങളോട് പോകുന്നു, മക്കളെ എന്ത് പഠിപ്പിക്കുന്നു? അവർ പറയും അത് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഈ കൺവെൻഷനോട് വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ്, കുറേ പൈസ ചെലവഴിച്ച് കളയാനല്ല. അത് മാത്രമല്ല, ഒരു ഇൻട്രാക്ഷനാണ്. ഇത് വിശ്വാസികളുടെ കൂട്ടമാണ്. ഈ പാസ്റ്റർ എനിക്കറിയാം, ഈ ഫാമിലി അറിയാം, ആ കൺവെൻഷൻ വന്ന ആ ഫാമിലിയാണ്. ഒരു ഇൻട്രാക്ഷനാണ്. ഇതിൻ്റെ വിലകളെല്ലാം മനസ്സിലാക്കി ഈ തലമുറയെങ്കിലും, ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെങ്കിലും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുക, പ്രവചനം കേൾക്കുക. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രയേ. പത്രോസ് പറയുകയാണ് 2 തിമോത്തി 3:16-17 വാക്യത്തിൽ, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വസനീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രാപ്തിക്കും തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവം നിശ്വാസ്യമാണ്. ദൈവം സംസാരിച്ച വാക്കുകളാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ നിന്നും സംസാരിക്കുമ്പോൾ എൻ്റെ ജീവനിലൂടെ, എൻ്റെ ബുദ്ധിയിലൂടെ, എൻ്റെ വായിലൂടെ ദൈവം തരുന്നത് ദൈവം സംസാരിച്ച വാക്കുകളാണ്. ഈ വചനത്തിന് വളരെയധികം ശക്തിയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഒരുപാട് വചനം നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഫെമിലിയർ ഫോർ യു. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുമാകുന്നു. ഇവിടെ അത് കയറിപ്പോകും, ബ്രെയിനിൽ കയറിപ്പോകും, കണ്ണിനകത്ത് കയറിപ്പോകും, റെറ്റിനയ്ക്കകത്ത് കയറിപ്പോകും, ചെവിയിലത് കയറിപ്പോകും, ഞരമ്പിനകത്തത് കയറിപ്പോകും, ഹൃദയത്തിനകത്ത് കയറിപ്പോകും. പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്, ഈ മനസ്സിനകത്ത് കയറിപ്പോകും. നമ്മുടെ മനസ്സിനകത്ത് സഞ്ചരിക്കുവാൻ ശക്തിയുള്ള ഒരായുധമാണ് ദൈവത്തിൻ്റെ വചനമെന്നുള്ളത്. അതുകൊണ്ട് 2 പവറുണ്ട്. ഒന്ന് ക്രിയേറ്റിവിറ്റി, അത് ക്രിയേറ്റീവാണ്. നമുക്ക് അന്ന് നിരസിച്ചാൽ ഡിസ്ട്രക്ഷൻ, തകർച്ചയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. യെരമ്യാ പുസ്തകം 22-29 വാക്യം, എൻ്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. തീയാണ് ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ സ്നാപകൻ പറയണം, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുഞ്ഞെടുപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ തീ കൊണ്ടും ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. തീ, വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. വെളിപ്പാട് ദിവസം 1:16 പറയുന്നു, അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തിലുള്ള വാൾ പുറപ്പെടുന്നു. മത്തായി 4:4 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. യേശുക്രിസ്തു ഒരു പ്രസംഗം നടത്തി 6-ാം അധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ. എല്ലാവരും പോയി ശിഷ്യന്മാർക്ക് ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൂടെ? അവർ പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുള്ളപ്പോൾ ഞങ്ങൾ എവിടെ പോകും? ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മനസ്സിനകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിയ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇന്ന് ക്രിയ ചെയ്തില്ലെങ്കിൽ നാളെയെങ്കിലും ക്രിയ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പൗലോസ് ചോദിച്ച പോലെ, നീ ആരാണ് കർത്താവേ എന്ന് ചോദിക്കേണ്ട നാളുകളുണ്ടാകുമോയെന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പുറപ്പാട് ദിവസം 15:26, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ സകല വിധികളെയും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിൽ വരുത്തിയ വ്യതകളൊന്നും ഞാൻ നിങ്ങൾക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളിച്ചെയ്തു. അവൻ വചനത്തെ വെച്ച് സൗഖ്യപ്പെടുത്തും, വചനത്തെ വെച്ച് സൗഖ്യപ്പെടുത്തും. വചനം കൊണ്ട് നിങ്ങളെ ശക്തീകരിക്കും, വചനം കൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഡാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ സംഭവം? ബെൽസസർ മഹത്തുകളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. യെരുശലേമിലെ യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന, തൻ്റെ അപ്പനായ നെബൂക്കദ്നേസർ കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങൾ ഉപയോഗിച്ച് മഹത്തുക്കളും ബെൽസസറും ഭാര്യമാരും വക്പാട്ടികളും വീഞ്ഞു കുടിച്ചു. സംഭവം എന്താ പറയുക? തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരൽ പുറപ്പെട്ട്
വിളക്കിനെതിരെ രാജധാനിയുടെ ചുവരിൻ്റെ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി. അരയുടെ ഏപ്പ് അഴിഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ നിലവിളിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് ശക്തിയുണ്ട് ദൈവത്തോട് കളിച്ചാൽ. ഒന്ന് അനുഗ്രഹം, വചനം കേട്ടനുസരിച്ചാൽ അനുഗ്രഹം, സൗഖ്യം, ജീവൻ, ഇതെല്ലാം കിട്ടും. ഇല്ല എങ്കിൽ നമ്മുടെ അരയുടെ ഏപ്പ് ആടിപ്പോകും. ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അവസാനം ദാനിയേലിനെ കൊണ്ടുവന്നു. ദാനിയേൽ പറഞ്ഞ 25-ാം വാക്യം എഴുതിയിരിക്കുന്ന എഴുത്തോ, മെനെ മെനെ തെക്കേൽ ഉഫസീർ, മെനെ മെനെ ദൈവം നിൻ്റെ രാജ്യത്ത് വെണ്ണി, അതിനന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ ത്ലോസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഫെറേസ് ദൈവം നിൻ്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ശാപം നമുക്ക് വേണമോ, അനുഗ്രഹം നമുക്ക് വേണമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ പറയുന്ന യഹോവയായ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങളപ്പോൾ അറിയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃത്വത്തിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കാറ്റെന്നാണ് പഴയ നിയമത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൂഹ, കാറ്റ്. നമ്മുടെ നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു, കർത്താവ് ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പറയിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ മുകളിലോട്ടുള്ള ചാപ്റ്റർ 36-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായ ഹൃദയത്തെ ഞാൻ നിങ്ങളെ ജഡത്തിൽ നീക്കി മാംസളമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. റൂഹ, ഇത് നിങ്ങൾക്ക് തരും, കാറ്റ് നിങ്ങൾക്ക് തരും എന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ, അതിൻ്റെ പഠനങ്ങൾ സഭയെ നശിപ്പിക്കുകയും ചെയ്തു, സഭയെ നന്നാക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചില ആളുകൾ കാണിക്കുന്ന വൈകാരികമായ വികാരം പോലെ ഉള്ളതല്ല. അതിന് മേലെയാണ്, അതിനപ്പുറമാണെന്നുള്ളത് നാം ഗ്രഹിച്ചിരിക്കുക. ഒരിക്കൽ ഒരു വാഗ്വാദമല്ല, ഒരു ഡിസ്കഷൻ ഉണ്ടായി. രണ്ടുപേര് ചേർന്ന്, ഒന്ന് മഹാകവി സൈമൺ സാറും പിന്നെ പെന്തക്കോസ് സഭയിലെ ഒരു പാസ്റ്റർ ഉമ്മച്ചനും. ഇവർ തമ്മിൽ IPC ആണെന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. തർക്കം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തർക്കം. അതുകൊണ്ട് പാസ്റ്റർ പറയുന്നത് മഹാകവി സൈമൺ സാർ സമ്മതിക്കില്ല, മഹാകവി സൈമൺ സാർ പറയണത് പാസ്റ്റർക്കും സമ്മതമല്ല. ഇങ്ങനെ ചർച്ച നടത്തി ഒരു അന്തവും കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു, ഉമ്മച്ചൻ പാസ്റ്റർ പറഞ്ഞു, സൈമ, നിനക്ക് കിട്ടിയ കൃപ നീ അവിടെയും, എനിക്ക് കിട്ടിയ കൃപ ഞാൻ ഇവിടെയും. മഹാസാഗരമാണ് വേദപുസ്തകം, മഹാസാഗരമാണ് ദൈവികമായ അനുഭവം. അതുകൊണ്ട് അതിൽ വെച്ച് കളിക്കാൻ, അത് വെച്ച് പലരും മിസ്യൂസ് ചെയ്യുന്നത് ഒരു ദുഃഖത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല എന്നാണ് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറ്റാണ് കാടപ്പക്ഷിയെ കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പ് ഇട്ടുകൊടുത്തത്. ചെന്നൈയിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ഭയങ്കരമായ കാറ്റ്. അപ്പോൾ ഒരമ്മ 2 മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഈ സുനാമിക്ക് എൻ്റെ മക്കളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഉറച്ച തീരുമാനമായിരുന്നു. കാറ്റിൻ്റെ ശക്തി അങ്ങോട്ട് വന്നപ്പോൾ അമ്മച്ചിയുടെ കയ്യിലിരുന്ന് 2 കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോയി. അവസാനം അമ്മച്ചി പൊങ്ങിച്ചെന്ന് ഒരു തെങ്ങിൻ്റെ മുകളിലിരുന്നു. ഹെലികോപ്റ്റർ കൊണ്ടുവന്നാണ് അമ്മച്ചി ഇറക്കിയത്. ദ ഫോഴ്സ്, ദ പവർ, കാറ്റിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ്. അതുകൊണ്ട് ഈ കാറ്റിലൂടെയാണ്, ഈ ഉദാഹരണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജലം, വായു, തീ, പ്രാവ്, പ്രകാശം, വെളിപ്പാട് പുസ്തകത്തിലെ കണ്ണുകൾ, കാറ്റ്, എണ്ണ എന്നീ പല പേരുകളിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ റൂഹ എന്ന് പറയുന്ന, ന്യൂമ എന്ന് പറയുന്ന പദമാണ് നിക്കോദിമോസുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പൗലൂസ് പറഞ്ഞിരിക്കുന്നത് ന്യൂമാറ്റിക്കോസ് എന്നാണ്. ദ പീപ്പിൾ ദോസ് ഹു ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് നോൺ ആസ് ന്യൂമാറ്റിക്കോസ്. മാത്രമല്ല, ഈ പിശാചിൻ്റെ ശക്തിയാൽ പ്രേരിതമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ സാറാഖോയ് എന്ന് പറയും, സാറായിക്കോസ് എന്നുള്ളതാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 16-7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാരാക്ലിറ്റസ്, അതിൻ്റെ അർത്ഥം വേറെയാണ്. സഹായി, അഡ്വക്കേറ്റ്, ഉപദേശകൻ എന്നുള്ള നിലകളിലാണ് അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വിവിധ രീതിയിലാണ്, അതിൻ്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കാതെ, ഈ പരിശുദ്ധാത്മാവ് ആരിലൊക്കെ പ്രവർത്തിക്കുമെന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരികയും കാര്യം കൃത്യം നിർവഹിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, സ്ഥിരമായിട്ട് തരയണമേ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും അരുതേ. അപ്പോൾ പഴയ നിയമകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വരികയും തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് അറിയുന്നു. മനുഷ്യരിൽ മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്, അത് നമ്മൾ വ്യക്തമായി ഗ്രഹിച്ചിരിക്കണം. അഹരോൻ്റെ വടി പാമ്പായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ്. മോശയുടെ വടി അത്ഭുതം പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ദാവീദിൻ്റെ കിന്നരം വായിക്കുമ്പോൾ ശൗലിൻ്റെ അശുദ്ധാത്മാവ് മാറിയത് കിന്നരത്തിലൂടെ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് മദ്യപിച്ചപ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്നുള്ള ഗ്രഹിച്ചിരിക്കുക. ഏലിയാവും എലിശയും പ്രവർത്തിച്ച പുതപ്പ് നമ്മൾ പാടൂലേ, ഏലിയാവിൻ പുതപ്പെവിടെ എൻ്റെ വിശ്വാസ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഏലിയാവിൻ്റെ പുതപ്പ്, ഏലിയാവിൻ്റെ പുതപ്പ്. ഞാൻ പറയുന്നു, ഒരച്ഛൻ്റെ ഹാസക്, സ്റ്റീവൻ അച്ഛൻ ഇപ്പോഴും ഒരു ബൈബിൾ സൂക്ഷിക്കുന്നുണ്ട്. സ്റ്റീവൻ അച്ഛൻ്റെ പപ്പ ഉപയോഗിച്ച ബൈബിൾ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അച്ഛൻ ബൈബിൾ എടുക്കും. നമുക്കൊക്കെ നിസ്സാരം കാര്യങ്ങൾ. സാറാഫത്തിലെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീരാതിരുന്നത്, ഏലിയാവിൻ്റെ പുതപ്പ്. എന്തിനേറെ പറയുന്നു, കഴുതയെ കൊണ്ട് സംസാരിക്കും പരിശുദ്ധാത്മാവ്. ബാലാക്ക് ബിലയാമിൻ്റെ വാക്ക് കേട്ടിട്ട് ഇസ്രായേൽ ജനത്തെ കൈക്കൂലി വാങ്ങി ശപിക്കാനായിട്ട് പോയി. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ വഴി നിൽക്കുന്നു ദൈവത്തിൻ്റെ ദൂതൻ, കഴുതയെ ഭയങ്കരമായിട്ട് അടിച്ചു. അടി സഹിക്കാൻ വയ്യാതെ ഒടുവിൽ കഴുത അങ്ങോട്ട് സംസാരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കും. കഴുതയുണ്ടല്ലോ, കഴുത സംസാരിക്കുന്നു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്തല്ലേ യേശു കയറി സഞ്ചരിച്ചത്. ആരാണ് ആ കഴുതയെ കൺട്രോൾ ചെയ്തത്? ആരാണ് ആ കഴുതയെ കൺട്രോൾ ചെയ്തത്? സിംഹത്തിൻ്റെ ഗുഹയിലിട്ടപ്പോൾ, ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടപ്പോൾ ആ സിംഹത്തെ കൺട്രോൾ ചെയ്ത ആരാണ്? ആ സിംഹത്തെ കൺട്രോൾ ചെയ്ത ആരാണ്? നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, ശിംഷാൻ്റെ തലയിലെ മുടി, ആ മുടിക്കെട്ടുകൾക്കാണ് ശക്തി. അത് പോയപ്പോൾ ശക്തിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി അതിൽ പ്രവഹിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യുദ്ധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഗിദയോൻ, ന്യായാധിപൻ്റെ പുസ്തകം 6-ാം അധ്യായം 33 അതിൻ്റെ 7-ാം വാക്യം 1 മുതൽ 14 വരെ. 34 പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, യുദ്ധത്തിൽ ജയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് യുദ്ധത്തിൽ പ്രവർത്തിക്കും. മറിയയും എലിശയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ കുഞ്ഞ് ഗർഭാശയത്തിൽ തുള്ളി, ഗർഭാശയത്തിൽ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട്
ഇതാണ് ശക്തി എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പഠിക്കാം. വേർഡ് ഓഫ് ഗോഡ് പ്ലസ് ഹോളി സ്പിരിറ്റ് ഈസ് പവർ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും പവറാണെന്ന് പഠിപ്പിക്കുകയാണ്. ഇത് ഒന്ന് മാത്രം ഉണ്ടായാൽ പോരാ, രണ്ടുമുണ്ടാകണം. വചനം കേൾക്കണം. അതുകൊണ്ടാണ് വചനം ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാട്ടിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിപ്പിക്കുന്നത്, പാട്ടിലൂടെ. അപ്പോൾ ജനത്തിൻ്റെ മനസ്സിലത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് നാം ഗ്രഹിക്കുന്നു. ഇനി എന്തിനേറെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചതല്ലേ. യോഹന്നാൻ സുവിശേഷം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെയിൽ പാർത്തുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ സകല ജഡത്തിന്മേലും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ജോസഫ് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ നിഴൽ വരും. ലൂക്കോസ് സുവിശേഷം പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും എന്നുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് നിഴലിടും. ഇത് രണ്ടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ സംഭവിച്ചു. ഹോളി സ്പിരിറ്റ് പ്ലസ് വേർഡ് ഓഫ് ഗോഡ്, വചനവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ പ്രവർത്തിച്ചപ്പോഴല്ലേ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, ദ പവർ. അതുകൊണ്ട് നമ്മളിനി ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? കർത്താവേ, ഈ ഹോളി സ്പിരിറ്റ് എനിക്ക് തരയണമേ. ഏത് രീതിയിലാണ് തരേണ്ടതെന്ന് ദൈവം നിശ്ചയിക്കും. പക്ഷേ ഇതെനിക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം നാം ഗ്രഹിക്കുക. വചനം പറയുന്നു, അന്ത്യനാളിൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഈ ഭാഗത്തെ പ്രത്യേകമായിട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ദൈവം എസ്കേലിനോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചു. അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടായി, ഉടനെ ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് ചേർന്നു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു, എന്നാൽ അവയിൽ ശ്വാസമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ കൺവെൻഷൻ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ്, ഇതിൻ്റെ പ്രാർത്ഥനകൾ, ഇതിൻ്റെ കമ്മിറ്റികൾ ഒക്കെ ഉണ്ടായി. പല ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത്. പലരും പ്രവർത്തിച്ചു, അച്ഛന്മാർ പ്രവർത്തിച്ചു, എല്ലാവരും എണ്ണയിട്ട് യന്ത്രം പോലെ ഇത് വേണം, വളരണം, ഇത് നിലനിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ചു. പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല, കരോൾ പാടാൻ സാധിക്കുന്നില്ല, വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും സ്ഥലത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് പാപമാണ്. ഈ കൂടിവരവ്, ഈ അനുഗ്രഹം നിറഞ്ഞ പ്രവൃത്തി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഞാൻ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഞാൻ ഉൾപ്പെടെ. പ്രവാചകൻ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ, വചനവും പരിശുദ്ധാത്മാവും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നാം ധന്യമായി തീർന്നു. പവർ, ദൈവത്തിൻ്റെ പവർ നമുക്ക് ലഭ്യമാകുമെന്നുള്ളത് നാം പ്രത്യേകമായി ഓർത്തിരിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ഭാവപ്പകർച്ച മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അതുപോലെ സീനായ് മല അവിടെ ഇറങ്ങി വന്നു, ദൈവസാന്നിധ്യം. സീനായ് മലയുടെ പ്രത്യക്ഷത, പിളർന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കിനി സംസാരിക്കാം, അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കണം, ശക്തി പ്രാപിക്കുന്നത് വരെ. നൗ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. നാവ് പ്രത്യക്ഷപ്പെട്ടു, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു, അവർ സംസാരിച്ചു. പക്ഷെ സംസാരിച്ച ഭാഷ ജനങ്ങൾക്ക് മനസ്സിലായി. പല ഭാഷകൾ സംസാരിച്ചു, ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മളെന്തിന് ജനത്തിന് മനസ്സിലാവാത്ത ഭാഷ എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? ജനത്തിന് ഗ്രഹിക്കാൻ പറ്റാത്ത ഭാഷ എന്തിനാണ് സംസാരിക്കുന്നത്? അന്ന് സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 ദിക്കുകളിൽ നിന്നും വന്ന് നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ജനത്തോട് പ്രവചിക്കുന്നതാണ് പ്രസംഗം. നമ്മളെ തിരിഞ്ഞു നോക്കിക്കുന്നത്, പിന്നിലേക്ക് നോക്കിക്കുന്നത്, ഇന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത്,
നാളെയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതമായി ജനത്തോട് സംസാരിക്കുന്നതാണ് പ്രവചനമെന്ന് പറയുന്നത്. രണ്ടാമത് ദൈവത്തോട്, കാറ്റിനോട് പ്രവചിക്കുക. കാറ്റിനോട് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ അധികാരം പ്രവാചകന് കൊടുത്തിരിക്കുകയാണ്. ആ അധികാരം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കണം. ഓരോരുത്തൻ ക്രിസ്തു അടഞ്ഞ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് കൈ കാണിച്ചു, സമാധാനം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളുടെ ആരെങ്കിലും പാപം നിർത്തിയാൽ നിന്നിരിക്കുന്നു, നിർത്തിയില്ലെങ്കിൽ നിൽക്കിയില്ല. അധികാരം തന്നിരിക്കുകയാണ്. അധികാരം, അതോറിറ്റി തന്നിരിക്കുകയാണ്. ആർക്ക്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതമായി, പരിശുദ്ധാത്മ ശക്തിയാൽ പ്രേരിതമായി പ്രവർത്തിക്കുവാൻ അനുവാദം തന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്നു. സ്നാനപ്പെടുത്തുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു, ക്രൂശ്. അധികാരം കൊടുത്തിരിക്കുകയാണ്, അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, കാറ്റിനോട് പ്രവചിക്കുക, ജനത്തിനോട് പ്രവചിക്കുക. വീണ്ടും അവൻ ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസമയിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിന്നു, യുണൈറ്റഡ് ആസ് എ പവർഫുൾ ആർമി. ഇന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ പോകുന്നു, പഞ്ചായത്തിൽ പോകുന്നു. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ പോകുന്നു, കോടതിയിൽ പോകുന്നു, ഒരുമിച്ച് കൂടുന്നു. മാനുഷികമായ ചിന്തകൾ വരുന്നു. വേദോത്സവം വായിക്കും, അപ്പോസ്തലർ പോലെ 15-ാം അധ്യായം വായിക്കുമ്പോൾ സഭയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. മനുഷ്യ കൂടുന്നിടത്തൊക്കെയും പ്രശ്നമുണ്ട്, അതിന് പരിഹാരമാർഗമുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ദേ വേർ യുണൈറ്റഡ്. അവർ ഒരുമിച്ച് നിന്നു, ഒരു പവറായി തീർന്നു. തിയോഫണി, ദൈവശബ്ദം, ആരാധന ദൈവശബ്ദമുണ്ട്. അബ്രഹാം യാഗം നടത്താൻ പോയപ്പോൾ ഒടുവിലായിട്ട് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി, ബാലൻ്റെ മേൽ കൈവയ്ക്കരുതേ. ഇന്ന് ദൈവശബ്ദമില്ല. എൻ്റെ ബി ഡി തീസിസ് എഴുതാനായിട്ട് പള്ളികളിൽ പോയി പ്രസംഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് പഠിച്ച് എഴുതിയ ഒരു തീസീസാണ് എൻ്റെ ബി ഡി തീസീസ്. ഇപ്പോൾ കണ്ണമ്മൂല ഞാൻ പോയി, റോയി പൊന്നൻ അച്ഛൻ്റെ അമ്മച്ചി, ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതാം. അവർ പറഞ്ഞു, എൻ്റെ ഒരച്ഛൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇന്ധനം നിറയ്ക്കുന്നത് പോലെയാണ്. ആ ഞായറാഴ്ചത്തെ പ്രസംഗം ശരിയായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ച ജീവിതം മുമ്പോട്ട് പോവുകയില്ല. ഇന്ധനം നിറയ്ക്കുന്നത് പോലെയാണ്. നിങ്ങളിൽ മൊബൈലുണ്ട്, ചാർജ് ചെയ്തില്ലെങ്കിൽ ആ മൊബൈൽ ഉപയോഗിക്കാൻ നിങ്ങൾ പറയും ചാർജില്ല എന്ന് പറയും. നിങ്ങൾ പള്ളിയിൽ പോകുന്നത് ചാർജ് ചെയ്യുവാനാണ്. നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ചാർജ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ആ തീയിൽ, ആ ശക്തിയിൽ അത് നിറയുകയാണെങ്കിൽ അത് വീണ്ടും പ്രവർത്തിക്കും. ഇല്ല എങ്കിൽ അത് ശൂന്യമായി തീരും എന്നുള്ളത് നിങ്ങൾ ഗ്രഹിച്ചിരിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്, ശവക്കുഴിയുടെ അവസ്ഥയാണെങ്കിൽ പല സ്ഥലത്തും പ്രാർത്ഥിക്കാൻ പോകും, പറയാൻ വളരെ ദയനീയമാണ്. മാർത്തഹള്ളി പള്ളിയിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 12 വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞ് എന്നെ പ്രസവിച്ചപ്പോൾ അതിനെന്തോ അസുഖം. ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട പെൺകുട്ടി വീട്ടിൽ പോയില്ല, അവൾ കാറിൽ തന്നെ കിടന്നു. ഈ നെല്ലിക്കാക്കുഴി പള്ളിയിൽ അടുത്തുള്ള മാത്യു സെൽവൻ അതിൻ്റെ സാക്ഷിയാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും, ഇതുള്ള കാര്യത്തിന് ഡോക്ടർ പറഞ്ഞു, മണിപ്പാലിലെ ഡോക്ടർ പറഞ്ഞു, ഹൃദയത്തിൽ പോകേണ്ട ഞരമ്പ് ശ്വാസകോശത്തിൽ പോയിരിക്കുന്നു, ശ്വാസകോശത്തിൽ പോകേണ്ട ഞരമ്പ് ഹൃദയത്തിൽ പോയിരിക്കുന്നു. അച്ഛാ, ഒരു രക്ഷയുമില്ല. ഭയങ്കര സങ്കടമാണ് അച്ഛാ, ദയനീയമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നു, ഞങ്ങൾ തറയിരുന്നു, എല്ലാവരും തറയിരുന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഒടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുമ്പ് ഡോക്ടർ പറഞ്ഞു, ഒരു രക്ഷയില്ല, പ്രതീക്ഷയൊന്നും വേണ്ട, 101% പ്രതീക്ഷ വേണ്ട, ഞാൻ ചെയ്തു നോക്കട്ടെ. മണിപ്പാൽ ഹോസ്പിറ്റൽ. ഇന്ന് കുട്ടി ജീവിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഉണ്ട്. നമ്മൾ നെഞ്ചുരുകുമ്പോൾ, നമ്മളെ മനമൊരുകുമ്പോൾ, നമ്മൾ ദൈവം ആര് പ്രിയപ്പെട്ടവരെ? ദൈവം ആര്? എന്തെങ്കിലും പ്രശ്നം, ശവക്കുഴി പോലെയാണ് നിൻ്റെ അവസ്ഥയെങ്കിൽ, പ്രിയ യുവാവേ, യുവതിയെ, നീ എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ
എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ഇതെന്തിന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ ശവക്കുഴിയുടെ അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് കയറ്റി ഇസ്രായേൽ കൊണ്ടുവരും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്തേക്ക് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളിച്ചെയ്യുന്നത് നിവർത്തിച്ചും ഇരിക്കുന്നുവെന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. യെശയ്യാവ് 59:1. യെശയ്യാവ് 50:2 വാക്യത്തിൽ ബി ഭാഗം, വീണെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എൻ്റെ ശ്വാസം കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു എന്ന് വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് 4 വയസ്സായപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ പപ്പ കോട്ടൂർ താമസിക്കുന്ന ലക്ഷ്മണൻ നാടാരെന്ന് പറയും, അദ്ദേഹത്തെ എന്നെ കാണാനായിട്ട് പോയപ്പോൾ പപ്പ ചെന്ന് കയറിയപ്പോൾ ഉടനെ അദ്ദേഹം തുണിയെടുത്ത് മൂടി. അപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ വൈദ്യർ പറയുകയാണ്, പകർച്ച ദൂരെയാണ് പോകുന്നത്. ഇത് ശരിയെന്നറിയാൻ കരുതി ലക്ഷ്മണൻ നാടാർ സുഖം കിട്ടിയപ്പോൾ നേരെ ഞങ്ങളെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നും പപ്പയ്ക്ക് മസൂരി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ മസൂരി ബാധിച്ചപ്പോൾ ബന്ധുക്കളെല്ലാവരും അകന്നു. വീട്ടിൻ്റെ ഏകദേശം ഒരു അരമൈൽ വരുന്ന സ്ഥലത്ത് ആളുകൾ സംസാരം നിർത്തും. ഇങ്ങനെ രോഗം മൂർച്ഛിച്ചു. ആടുമാടുകളുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങുന്ന റോഡിൽ ഇറക്കി പകുതി വിലയ്ക്കൊക്കെ കൊണ്ടുപോയി. പുല്ല് കൊണ്ടുവരുന്നൊരു വീട്ടിൽ പുല്ല് കൊണ്ടുവരില്ല. അങ്ങനെ മൃഗങ്ങളെല്ലാം ഉണങ്ങി വലിഞ്ഞ് കണ്ട വിലയ്ക്കൊക്കെ കൊടുത്തു. തൊട്ടടുത്തുള്ള ഒരു യോബ് ഡീക്കർ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് പള്ളിയിലെ ഒരു ഡീക്കർ, അദ്ദേഹം പോയി സൈക്കിളിൽ പാളയത്തും ചാലയിലും ഒക്കെ പോയി മുന്തിരിങ്ങ, അന്ന് നാട്ടിൻ പ്രദേശം മുന്തിരിങ്ങ ഒന്നുമില്ലല്ലോ, ഓറഞ്ചൊക്കെ കൊണ്ടുവരും. അപ്പോഴൊക്കെ ഞങ്ങൾ കാണുന്നത്, ദാരിദ്ര്യമുള്ള കുടുംബമല്ലേ കാണുന്നത്, കൊണ്ടുവന്നിട്ട് വായിക്കാത്ത ഒഴിച്ചു കൊടുക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മൂർത്തിച്ചു. ഒരു ചീഞ്ഞ നാറ്റമൊക്കെ ഉണ്ടായി. അപ്പോഴവർ ഒരു മൺവെട്ടിയും കൊണ്ടുവന്നു, ഒരു പരമ്പും കൊണ്ടുവന്നു. 2-3 ദിവസത്തിനകത്ത് കുഴിച്ചു മൂടാന്നുള്ള പപ്പയുടെ മനസ്സിനകത്ത് കുഴിച്ചു മൂടാൻ എനിക്ക് ജീവനുണ്ട് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ നിമിത്തം ഞാൻ എത്തി നോക്കുമ്പം ഫ്രൂട്ട്സൊക്കെ പുഴിഞ്ഞ് പപ്പയുടെ വായിക്കാത്ത ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും വന്നെങ്കിൽ എനിക്കും ഇതുപോലെ കഴിക്കാമായിരുന്നു എന്ന്. അടുത്ത സ്റ്റെപ്പ് എന്നെയും കിടത്തി. അപ്പം ഇങ്ങോട്ട് പുഴിഞ്ഞൊഴിച്ചപ്പോൾ ഉള്ളിനകത്തൊന്നും വരുന്നില്ല. അങ്ങനെ ദയനീയമായ അവസ്ഥ. എല്ലാവർക്കും മസൂരി വന്നു. പപ്പരത് അപാരമായിരുന്നു. ഉടുപ്പ് ഊരാൻ നോർത്തിയില്ല, ഇങ്ങനെ പക്ക പോലെ പൊങ്ങി നിൽക്കും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്നു. ചീഞ്ഞളിഞ്ഞതായ അവസ്ഥ. അമ്മയുടെ മുടി മുട്ടയടിച്ചു. ആര് പറഞ്ഞു മുട്ടയടിച്ചാൽ പകർച്ച ഉണ്ടാവില്ല എന്നൊരു മുടി മുട്ടയടിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. കടമായി. കച്ചിക്കിഴങ്ങ് വെട്ടുക എന്നൊരു പദ്ധതിയുണ്ട്. അതായത് വിളകളിൽ പോയി മരിച്ചിനി പിഴുതിട്ട് വരുമ്പോൾ തോണ്ടുമ്പോൾ അതിൻ്റെ അറ്റം കിട്ടും. ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. അത്ര ദയനീയത മക്കൾക്ക് എല്ലാവർക്കും. അത്ര ദയനീയമായ അവസ്ഥ, ശവക്കുഴിയുടെ അവസ്ഥ. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. SSLC 4 പ്രാവശ്യം എഴുതി ജയിച്ചവനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്കറിയാം. കേരള യൂണിവേഴ്സിറ്റിയുടെ BA തോറ്റു, MA തോറ്റു. BD കഴിഞ്ഞോടെ MAക്ക് എഴുതി, അതും തോറ്റു. BD കഴിഞ്ഞ് BTH, BD, MTH, ഡോക്ടറേറ്റ്. മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അവിടെ സെമിനാരിൽ ചെന്നപ്പോൾ, അവിടെ ബാംഗ്ലൂർ ചെന്നപ്പോൾ എല്ലാ സായിപ്പന്മാർ ആദ്യത്തെ കോഴ്സ് ഒന്നും മനസ്സിലാവില്ല. മൈക്കൽ ടവർ പറഞ്ഞു, ഈസ് നോട്ട് കേപ്പബിൾ ടു കംപ്ലീറ്റ് ഹിസ് കോഴ്സ്. അപ്പം വേറൊരു പ്രൊഫസർ പറഞ്ഞു, സത്യനാഥ് ഈസ് ഷാർപ്പ് ഇൻ സബ്ജക്റ്റ് ബട്ട് ഇറ്റ് വിൽ പൂവർ ഇൻ ലാംഗ്വേജ്, സംബഡി വിൽ കറക്റ്റ് ഹിസ് തിസീസ്. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കുടുംബം ജീവിക്കുകയാണ്. നിൻ്റെ അവസ്ഥ ഏതവസ്ഥയായാലും, എത്ര തോറ്റെന്ന് പറഞ്ഞാലും, നീ എത്ര നശിച്ചു എന്ന് പറഞ്ഞാലും, ഈ ദൈവത്തെ സ്നേഹിച്ചാൽ, ഈ ദൈവത്തെ നീ വിശ്വസിച്ചാൽ, ഈ ദൈവത്തെ ആദരിച്ചാൽ,
ദൈവം നിന്നെ നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ദൈവമാണ് സർവശക്തനായ ദൈവം. പാലപ്പൊരിക്കുമ്പോൾ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു സ്ത്രീയെ നെഞ്ചിൽ കഴുത്തിൽ കയ്യിൽ രണ്ടും കെട്ടിയിട്ടിരിക്കുന്നു, പുറത്തും കെട്ടിയിട്ടിരിക്കുന്നു, കാലിലും കെട്ടിയിട്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, വിജയ എനിക്ക് പറ്റില്ല, ഞാൻ ഇപ്പം വന്നതാണ് കേട്ടോ, എനിക്ക് ശരിക്കും പ്രാക്ടീസ് ഇല്ല, സാറ് പ്രാർത്ഥിക്കണം, എനിക്ക് പറ്റില്ല. അവളെ പേര് കൃഷ്ണമ്മ എന്നാണ്. ഇപ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പാലപ്പൂർ വിൽസൺ ആ പള്ളിയിലുള്ള ആടുത്ത് ചോദിച്ചാലും പറയും. ഇവരെ പള്ളിയിൽ കൊണ്ടുവരും പ്രാർത്ഥിക്കാനായിട്ട്. 22-23 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം പ്രാർത്ഥിച്ചു. പാലപ്പൂർ വിൽസൺ സാറ് പള്ളി കയറി നിന്ന് കരഞ്ഞു. 3 മാസം പ്രാർത്ഥിച്ചു. എല്ലാ പണികളും അവർ ചെയ്തു, മന്ത്രവാദം ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി, എന്തെല്ലാം ശുശ്രൂഷ ചെയ്യുവാനുണ്ടോ എല്ലാം ചെയ്തു. പക്ഷെ ഒരു ദിവസം കൊണ്ട് നടന്നില്ല. ഞങ്ങൾ എല്ലാ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം പ്രാർത്ഥിക്കും. ഹിന്ദുക്കളെല്ലാം വന്ന് 4 ചുറ്റും കൂടും. എന്നിട്ട് അവർ പറയും, ഈ രോഗിക്ക് സൗഖ്യം കിട്ടുമെങ്കിൽ പാലപ്പൂർ പള്ളിയിൽ ദൈവമുണ്ട്, ഈ രോഗിക്ക് സൗഖ്യം കിട്ടുന്നുവെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. പാലപ്പൂർ പള്ളിയിൽ ദൈവമുണ്ട്. 3 മാസം കഴിഞ്ഞു. 3-ാം മാസമായപ്പോൾ അവളെ കെട്ടഴിച്ചു. അവൾക്ക് സൗഖ്യം കിട്ടി. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. നമ്മളിലുണ്ട് പവർ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടാൽ, ദൈവത്തിൻ്റെ വചനം കേട്ടാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളാരും ഒരിക്കലും നിരാശരാകുകയില്ല എന്ന് ദൈവത്തിൽ ഉറച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പട്ടക്കാരുടെ മധ്യത്തിൽ, ഈ വിശ്വാസികളുടെ മധ്യത്തിൽ പ്രഖ്യാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഈ ശക്തിയോടുകൂടി പോകണം, ഈ ശക്തിയോടുകൂടി ഉറങ്ങണം, ഈ ശക്തിയോടുകൂടി ജീവിക്കണം, ഈ ശക്തിയോടുകൂടി നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും വലഞ്ഞിടേണ്ട, കടന്നുവാ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. ദൈവമായ കർത്താവേ, അടിയൻ പറഞ്ഞത് ഈ ജനം കേട്ടു. എന്തെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? ജീവനുള്ള ദൈവമാണ് കർത്താവേ. അസ്ഥിയുടെ അവസ്ഥയായാലും ശവശരീരത്തിൻ്റെ അവസ്ഥയായാലും ശവക്കുഴിയുടെ അവസ്ഥയായാലും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആ പ്രവാചകൻ്റെ ശബ്ദം ഞങ്ങളുടെ മനസ്സുകളിൽ മുഴങ്ങിക്കേട്ടതിനായി, അലയടിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആരെങ്കിലും ആ വേദനയോടുകൂടി അങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും കർത്താവേ ഈ ആലയത്തിലുണ്ടെങ്കിൽ, ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വെറും ശ്വാസം മാത്രമാണ്. ഞങ്ങൾ വെറും പുല്ല് പോലെയാണ്. അരിഞ്ഞ് വാടിപ്പോകാനുള്ള സാധ്യതയുള്ളവരാണ്. എന്നാലും ഞങ്ങളുടെ ദൈവമുള്ളത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ധൈര്യത്തോടും ഉറപ്പോടും കൂടി അങ്ങ് പറഞ്ഞേക്കണമേ. ക്ഷീണത്തോടുകൂടിയോ ഭാരത്തോടുകൂടിയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം, പ്രവാചകനെ സ്പർശിച്ച കരം, പ്രവാചകനെ കൊണ്ട് പറയിച്ച ശക്തി
ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച് തിരിച്ചയച്ച് സ്ഥലത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സംഭവം വളരെ ദയനീയമാണ് കർത്താവേ, അവസ്ഥ വളരെ ദയനീയമാണ്. ഞങ്ങളോട് മനസ്സിലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഹസിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പട്ടക്കാരെയും അവരെ ശുശ്രൂഷയെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. പലരും തകർന്നവരാണ്, ദുഃഖങ്ങളുള്ളവരാണ്, വേദനയുള്ളവരാണ്, ക്ഷീണിച്ചവരാണ്. പുതിയ തലമുറ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൈവത്തിൻ്റെ വചനം കർത്താവേ, അത് വെറുതെ ഇരിക്കുകയില്ല, അത് ഈ പ്രപഞ്ചത്തിലുണ്ട്, മനസ്സുകളിലുണ്ട്, അത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ള ത്യാഗത്തോടുകൂടി നന്നായി പാടുന്ന ഈ കൊയറിനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ എളിയവനായ അടിയന് ഇവിടെ വന്ന് പ്രസംഗിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നല്ല യോഗ്യത ഒന്നും അടിയനില്ല കർത്താവേ. അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞേക്കണമേ. കൃപ കൊണ്ട് പൊതിഞ്ഞോളണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശബ്ദവും വെളിച്ചവും ഒക്കെ തന്ന് പല കാര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരാണ്. എല്ലാം ദൈവം മാനിക്കുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. കുറവുകൾ ക്ഷമിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എണീറ്റ് നിൽക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ഈ ജീവൻ തന്നതിന്, ഈ സമയം തന്നതിന്, നമ്മെ അനുഗ്രഹിച്ചതിന്, ഇവിടെ വരാൻ സാധിച്ചതിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. സമാധാനത്തോടൊരു ആശീർവാദം സ്വീകരിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.